ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി. ഇന്ന് നമ്മുടെ ഇവിടെ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാവോ? അല്ല, നമുക്കൊരു പപ്പട ബോളി ഉണ്ടാക്കി നോക്കിയാലോ? ചായക്കൊന്ന് ജസ്റ്റ് കടിക്കാന്നേ. ഒരു പപ്പട ബോളി ഉണ്ടാക്കി നോക്കിയാലോ? അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെറും സിമ്പിളല്ലേ, നമുക്ക് ചായക്കും കൂട്ടാം. അപ്പോൾ പപ്പട ബോളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ആ കൂട്ടുകാരെ, 4 മണിക്ക് കട്ടൻ ചായയുടെ കൂട്ടത്തിലൊന്ന് കടിക്കാന്നേ, നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ചരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. നമ്മുടെ പപ്പടത്തിന് ഉപ്പുള്ളത് കാരണം ഈ പൊടിക്ക് മാത്രം ആവശ്യത്തിന് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് മാത്രം ആവശ്യത്തിന്, പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഒരു നുള്ളിട്ട് കൊടുക്കാവുള്ളൂ. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ദോശമാവിൻ്റെ കട്ടിയിൽ നമുക്കൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി എടുക്കാവേ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് പാകത്തിന് നമുക്ക് ഇളക്കാം. ഒത്തിരി ലൂസായി പോവുകയും ചെയ്യരുത്, ഒത്തിരി കട്ടിയാകാനും പാടില്ല. അപ്പോൾ നമുക്ക് ഈ പരുവത്തിന് അങ്ങ് ഇളക്കിയെടുത്തു. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നോക്കാം. ഉണ്ടോ? നമ്മുടെ എണ്ണ ചൂടായി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് മുക്കിയതിടാം. അപ്പോൾ അതേ പപ്പടവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ 8-10 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പപ്പടം വടയാക്കി പപ്പട ബോളി അല്ലെങ്കിൽ പപ്പട വട നമുക്കുണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പം ഇതിനെ മുക്കി നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളത് പപ്പടവട നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തു. ഈ മാവിനകത്ത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. എണ്ണയിലേക്ക് ഇട്ട് ഇത് നമ്മൾ ഇങ്ങനെ നല്ല ഒന്നാക്കി കൊടുക്കും. ഇതൊരു വശം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് തിരിച്ചിടരുത്, മാവ് അതേതൊന്ന് പിടിക്കണമല്ലോ, അതുകൊണ്ട് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാവുള്ളൂ. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോഴത്തേനും പൊങ്ങി വരുന്നു, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, പൊങ്ങി വന്ന് നല്ല ബോളിയായിട്ട് വന്നു പപ്പട ബോളി. ലാസ്റ്റത്തെയും കൂടെ പപ്പട ബോളി ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്ത് ഡിപ്പ് ചെയ്ത് നമ്മളിതിനെ കോരിയെടുത്തു, എണ്ണയിൽ നിന്ന് ഇട്ട് കൊടുക്കുവാണ്. ഉണ്ടോ? അപ്പോൾ നമ്മുടെ പപ്പട വട ഇവിടെ റെഡിയായി കേട്ടോ, പപ്പട ബോളി. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. 4 മണി ചായക്കൊപ്പം കറുമുറ കടിക്കാൻ അടിപൊളി ടേസ്റ്റ്. നിങ്ങൾക്ക് അടിപൊളി കേട്ടോ. ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്ക് ചായ, കട്ടൻ ചായ കുടിക്കാം. പൊട്ടിച്ചോ നമുക്ക്, പാൽ ചായയോ കട്ടൻ ചായയോ ഒക്കെ പൊടിച്ച് കാണിച്ച് തരാവേ. പറയണമേ. പപ്പട ബോളി നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പം ഈ പപ്പട ബോളി എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇങ്ങനെ എന്നാ കറക്ക് കേട്ടല്ലോ. കുഞ്ഞൂസിന് കൊടുത്തേ, കുഞ്ഞൂസ് വരുന്നുണ്ട്. നോക്കി എങ്ങനെയുണ്ടെന്ന്. പപ്പടത്തിന് ഇച്ചിരി ഉപ്പുണ്ട്, നമ്മൾ ഉപ്പിട്ടിട്ടില്ല. പൂജയ്ക്കും വേണോ, മിന്നിക്ക് വേണോ? നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ അതുവരേക്കും ബൈ.